US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉന്നത ചൈനീസ് ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണമെന്നും കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ചൈന നൽകുന്ന പിന്തുണയിൽ ബ്ലിങ്കൻ ആശങ്ക അറിയിച്ചു. ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ വിട്ടയക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഈ മാസം 13-നാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. മലയാളികളടക്കം 17 ഇന്ത്യക്കാരും റഷ്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, എസ്തോണിയ എന്നീ രാജ്യങ്ങളിലുള്ളവരുമാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന ഏക വനിതയും ഡെക്ക് കേഡറ്റുമായ മലയാളി ആൻ ടെസ്സ ജോസഫിനെ നേരത്തെ വിട്ടയച്ചിരുന്നു. കപ്പലിലുള്ള 10 ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തെക്കൻ ചൈന കടലിലെ സമുദ്ര തർക്കത്തിൽ ധാരണയിലെത്തിയെന്ന ചൈനയുടെ വാദം ഫിലിപ്പീൻസ് നിഷേധിച്ചു. ചൈനയുമായി ഒരു ആഭ്യന്തര കരാറും ഒപ്പുവച്ചിട്ടില്ലെന്ന് ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ടോ തിയോഡോറ പ്രസ്താവനയിൽ അറിയിച്ചു. ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇരു രാജ്യങ്ങളും ഒരു പുതിയ രീതിക്ക് സമ്മതിച്ചതായി ഈ മാസം ആദ്യം മനിലയിലെ ചൈനീസ് എംബസി വക്താവാണ് അറിയിച്ചത്. ഈ വർഷത്തെ കേംബ്രിഡ്ജ് ഡെഡിക്കേറ്റ് ടീച്ചർ അവാർഡിൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയണൽ ജേതാവായി മലയാളിയായ ജിന ജസ്റ്റിസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാർജയിലെ ഔറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ ഗേൾസ് ബ്രാഞ്ചിലെ അധ്യാപികയാണ് അവർ. തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ വർഷത്തെ മത്സരത്തിൽ 140 രാജ്യങ്ങളിൽ നിന്നായി 14,840 നാമനിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇസ്രായേൽ സൈനിക വ്യൂഹത്തിന് നേരെ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടു. ലെബനൻ അതിർത്തിയിലെ തർക്കഭൂമിയായ ഹാർദോവിലായിരുന്നു ആക്രമണം. 2 വാഹനങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള അറിയിച്ചു.